7 വർഷം 8 വർഷമായല്ലോ കേരളത്തിൽ ഇവിടെ ഒരു പിന്നെ പിണറായി വിജയൻ എത്ര പ്രധാന വ്യവസായങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞു തന്നെ. IT ടെക്നോ പാർക്കിൽ കുറേ IT കമ്പനികൾ വന്നു കാണും. അല്ലാതെ തമിഴ്നാടും കർണാടകമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ എന്ത് പേരുള്ള വ്യവസായം വന്നിട്ടുണ്ടെന്ന് ഇടതുപക്ഷ പ്രതി ഒന്ന് പറഞ്ഞുതരാമോ? 8 വർഷമായാലും ഇവിടെ ഭരിക്കുന്നു. 8 വർഷമായാലും നിങ്ങളിവിടെ ഭരിക്കുന്നു. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇടതുപക്ഷ പ്രതി കേരളത്തിന് പുറത്തുനിന്നല്ലേ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അരി ഉൾപ്പെടെ പുറത്തുനിന്നല്ലേ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിയുടെ വിളവിസ്തീർണം എത്ര ലക്ഷം ഹെക്ടർ കണ്ട കുത്തനെ കുറഞ്ഞു പോയത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്താണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു തന്നെ. ഇനി 10,000-കണക്കിന് പിള്ളേരല്ലേ ഓരോ വർഷം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് പിള്ളേർ കഴിഞ്ഞ ഒരു വർഷം തന്നെയാണ് 30,000 പേര് പുറത്തേക്ക് പോയെന്നാണ് പറഞ്ഞത്. എന്തൊരു നാണം കെട്ട ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ സംസ്ഥാനം തകർന്ന് തരിപ്പണമായി മുച്ചൂടും മുടിഞ്ഞിരിക്കുകയല്ലേ. ഇനി ഇടയ്ക്ക് ഇടതുപക്ഷ പ്രതി എന്തോ ബംഗാളിൻ്റെ കാര്യം പറഞ്ഞു. ആ ബംഗാളിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ അങ്ങ് അവസാനിപ്പിച്ചോളാം. ബംഗാളിൽ 35 വർഷമായിട്ട് അധികാരത്തിലിരിക്കുകയായിരുന്നു. അതിനിടയിൽ 5 തവണ അധികാരത്തിൽ വന്നു. ആ 5 തവണ അധികാരത്തിൽ വന്നപ്പോഴെല്ലാം 50% കൂടുതൽ വോട്ടുമായിട്ടാണ് അധികാരത്തിൽ വന്നത്. 294 അംഗ നിയമസഭയിൽ ഏതാണ്ട് 150 മുതൽ 200 വരെ സീറ്റുകൾ വാങ്ങിയിട്ടാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമൊക്കെ CPM-നകത്തുണ്ടെങ്കിലും CPM-നകത്തൊരു പൊട്ടിത്തെറിയും ഇല്ലല്ലോ. CPM-നെല്ലാം ഭദ്രമാണല്ലോ. അപ്പോൾ പിന്നെ ധൂർത്തെന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? പിന്നെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 4-5 സീറ്റ് അങ്ങോട്ട് തിരിച്ചു പിടിച്ചെടുത്തില്ല. അതിൻ്റെ കണക്ക് പറയുന്നത് കേട്ടു. വരാം കണക്കുകൾ ഞാൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മട്ടന്നൂരിൽ CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥി 72 വോട്ടിന് ഒരു വാർഡിൽ ജയിച്ചു. അവിടെ 61,000 വോട്ടിന് KK ശൈലജ ജയിച്ച മട്ടന്നൂരിൽ 72 പിന്നെ വോട്ടിൽ BJP-കാരൻ ജയിച്ചു. ആ മണ്ഡലത്തിൽ ആ വാർഡിൽ CPM-ന് പോലും സ്ഥാനാർത്ഥിയില്ലായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിൽ വായിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ 5 തെരഞ്ഞെടുപ്പിൽ 50% കൂടുതൽ വോട്ടുണ്ടായിരുന്നു CPM-ന്. 200-ൽ പരം സീറ്റ് നേടി പലപ്പോഴും അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുമ്പോൾ പറഞ്ഞപ്പോൾ ഇവിടെ CPM-നകത്തൊരു കുഴപ്പമൊന്നുമില്ല. പിണറായി ഇത്രയും ധൂർത്തും അഴിമതിയൊന്നും കാണിച്ചിട്ട് CPM-നകത്തൊരു കുഴപ്പമില്ലല്ലോ. CPM-നകത്തൊരു പൊട്ടിത്തെറിയില്ലല്ലോ. ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും രാജിവെക്കുന്നില്ലോ എന്ന് ചോദിച്ചു. ശരിയാണ്, ഒന്നും നടക്കുന്നില്ല. ബംഗാളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ബംഗാളിൽ സിംഗൂരിലും നന്ദിഗ്രാമിലും വലിയ തോതിൽ വെടിവെപ്പ് ഉണ്ടായപ്പോഴും അവിടെ ഒരു പാർട്ടി സെക്രട്ടറിയും രാജിവെച്ചില്ല. അവിടെ എല്ലാം വളരെ ശുഭമായിരുന്നു. അവിടെ പാർട്ടിക്കകത്ത് തന്നെ എല്ലാവരും നിൽക്കായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാമോ? 2006-ലോ 2016-ലോ ഒറ്റ പൊട്ടങ്ങ് പൊട്ടി CPM. ഒറ്റ പൊട്ടങ്ങ് പൊട്ടിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? CPM-നകത്തെല്ലാം ശുഭമായിരുന്നു. പക്ഷേ പൊട്ടിയപ്പോൾ CPM അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ CPM-നെ കാണാൻ പറ്റിയിട്ടില്ല അവിടെ. പിന്നെ CPM എവിടെയോ പോയി മറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും CPM-ന് അവിടെ ഇപ്പം ഒരു MLA പോലും ഇല്ല. ഇടതുപക്ഷ പ്രതിനിധി 35 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ജ്യോതി ബാസുവിൻ്റെ എന്തോ ചരമദിനമോ മറ്റോ കണ്ട് അവിടെ നിയമസഭയിൽ ആഘോഷിച്ചപ്പോൾ അവിടെ ഒരു MLA പോലും CPM-ന് പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നില്ല. ത്രിപുരയിൽ ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം ശുഭമാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ ഇതാണ്. ഇത്രയും വലിയ ധൂർത്തും അഴിമതിയൊക്കെ കാണിച്ചിട്ടും CPM ഒരു 4-5 പഞ്ചായത്ത് വാർഡുകളിൽ ജയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് സൂചിച്ചിങ്ങനെ ഇരുന്നോളൂ നിങ്ങൾ. ബംഗാളിൽ ഇത് തന്നെയായിരുന്നു സ്ഥിതി. പക്ഷേ ബംഗാളിൽ പൊട്ടി ഈ സാധനം എവിടെയോ പോയി അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു. ഡിസപ്പിയേർഡ് ഇൻ ടു തിൻ എയർ എന്ന് വേണം നിങ്ങൾക്ക് പറയാം. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ പാർട്ടിയും ആ നിലയിലേക്ക് പോവുകയാണ് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഇടതുപക്ഷ പ്രതിനിധിക്ക് ബോധ്യമാകും എന്ന് മാത്രമേ എനിക്ക് വളരെ വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളൂ.